തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ കൊല്ലം ജില്ലയിലെ 3 മുന്നണികളും വലിയ പ്രതീക്ഷയിലും ഒപ്പം ആശങ്കയിലുമാണ്. സമാനതകളില്ലാത്ത പ്രചാരണം നടത്തിയിട്ടും പോളിംഗ് വർദ്ധിക്കാത്തത് ഏത് മുന്നണിയെ ബാധിക്കും എന്നതാണ് ആശങ്കപ്പെടുത്തുന്നത്. സ്ത്രീകളുടെ നീണ്ട നിരയും ന്യൂനപക്ഷ മേഖലയിലെ ഉയർന്ന പോളിംഗും തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് 3 മുന്നണികളും അവകാശപ്പെടുന്നു. 2020 73.83% കൊല്ലം ജില്ലയിലെ പോളിംഗ് ഇത്തവണ കുറഞ്ഞു. കോർപ്പറേഷനിലെ 66.22% മറികടന്നതുമില്ല. കാടടച്ച പ്രചരണം നടത്തിയ 3 മുന്നണികളുടെയും പോളിംഗ് ഉയരുമെന്ന കണക്കുകൂട്ടൽ തെറ്റി. തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണവിരുദ്ധ വികാരമില്ലാത്തതാണ് പോളിംഗ് കുറയാൻ കാരണമെന്നാണ് LDF പ്രതീക്ഷ. എന്നാൽ കൊല്ലം കോർപ്പറേഷനിലെ ന്യൂനപക്ഷ മേഖലയിൽ ഉൾപ്പെടെ ഉണ്ടായ നീണ്ട നിര ആരെ പിന്തുണയ്ക്കുമെന്നതാണ് അറിയേണ്ടത്. മുസ്ലിം ക്രൈസ്തവ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് UDFന്റെ വിലയിരുത്തൽ. ലത്തീൻ ക്രൈസ്തവ വോട്ടുകൾ അധികമായുള്ള തീരദേശ മേഖലയിലെ മിക്ക ബൂത്തുകളിലും നീണ്ട നിരയായിരുന്നു. പ്രാദേശിക വിഷയങ്ങൾക്കപ്പുറം പലയിടത്തും വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കാൻ ശ്രമിച്ചത് തിരിച്ചടിയാകുമെന്നാണ് NDA ക്യാമ്പിന്റെ ആശങ്ക. കൊല്ലം കോർപ്പറേഷനിൽ 30 മുകളിൽ സീറ്റുകൾ LDF ഉറപ്പിക്കുമ്പോൾ 18 മുതൽ 22 വരെ സീറ്റ് നേടാനാകുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. 10 സീറ്റ് വരെ നേടുമെന്ന് NDA നേതാക്കളും. ജില്ലാ പഞ്ചായത്തിൽ UDF മെമ്പർമാരുടെ എണ്ണം 2 അക്കം കടക്കാൻ സാധ്യതയുണ്ട്. നഗരസഭകളിൽ കരുനാഗപ്പള്ളിയിലാണ് മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയത്. മറ്റ് 3 70% താഴെ. അഞ്ചൽ, പത്തനാപുരം ഒഴികെയുള്ള 9 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 70% മുകളിലായിരുന്നു പോളിംഗ്. ബൂത്തുകളിൽ നിന്ന് ശേഖരിച്ച കണക്കുകൾ വൈകാതെ മുന്നണികൾ വിലയിരുത്തും. മീഡിയ 1 കൊല്ലം.